നമസ്കാരം. സുവാണിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹത്തായ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. അതിൽ മഹാഭാരതത്തിൻ്റെ കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെടുത്തി അർജുനനും കൃഷ്ണനുമായിട്ടുള്ള സംവാദം പ്രത്യേകിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഭഗവത്ഗീത അല്ലെങ്കിൽ ഗീതോപദേശം അല്ലെങ്കിൽ ഗീതാ സന്ദേശം എന്നുള്ള പേരിൽ ഗീതാ മാധുരി എന്നുള്ള പേരിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ പല അധ്യായങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളെ പല സന്ദർഭങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്. സർവ്വതും സർവേശ്വരനിൽ തന്നെ സമർപ്പിക്കുക എന്നൊരു ഭാഗം ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയ പ്രയച്ഛതി തദഹം പത്യുപകൃത്യം കൃതം അശ്നാമി പ്രയതാത്മന യത് കരോഷി യത്സ് നാസി യജ്ജുഹോഷി യദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ മതർപ്പണം. ഇത് 9:26 9:27 രണ്ട് 8 വരിയുള്ള 2 ശ്ലോകമാണ്. ഇതിൽ കൃഷ്ണൻ പറയാൻ ശ്രമിക്കുന്നത്, ഭഗവാൻ പറയാൻ ശ്രമിക്കുന്നത് ഇല, പൂവ്, പഴം തുടങ്ങി, അതായത് പത്രം, പുഷ്പം, ഫലം, ഇവയിൽ ഏതായാലും ഏത് വേണമെന്ന് എടുക്കാം. നമുക്ക് പുഷ്പമാക്കാം, ഫലങ്ങളെടുക്കാം, പിന്നെ ഇലയെടുക്കാം, പൂവെടുക്കാം, ഏത് വേണോ ആകാം. അത് നമുക്ക് നമ്മുടെ തുളസി ഇലയൊക്കെ അല്ലേ കൊടുക്കുന്നത്, അല്ല തുളസി പൂവല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടമുള്ള ഇത് എടുത്ത് ഭക്തിപൂർവ്വം സമർപ്പിക്കുക. അയാളുടെ സമർപ്പണം പരമാത്മാവായ ഞാൻ സന്തോഷം സ്വീകരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയായിട്ടുള്ള ഞാൻ ഈ സമർപ്പിക്കുന്ന പൂവായാലും പുഷ്പമായാലും ഇലയായാലും ഫലമായാലും അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കുന്നു. അല്ലയോ അർജുന, നീ യാതൊന്നും ഭുജിക്കുകയും ഹോമിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നുവോ, എനിക്ക് വേണ്ടി യാതൊരു ജപ തപാദികൾ ചെയ്യുന്നുവോ അവയെല്ലാം സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക. വളരെ സിമ്പിളാണ്, തിയറി വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല. കുചേലൻ കൃഷ്ണന് കൊണ്ട് കൊടുക്കുന്ന അവിൽ നനഞ്ഞ് കുതിർന്ന അവിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ വിയർപ്പിൻ്റെ ഗന്ധമുണ്ടായിട്ട് പോലും ആ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മഹത്തായതാണ്, വീട്ടിലുണ്ടായിരുന്നതിൽ ഏറ്റവും മഹത്താണ് അവിൽ. ഭക്ഷിക്കാനുള്ള അവിൽ ഭക്ഷണമാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ വസ്തു. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഏറ്റവും മഹത്തായ വസ്തുവാണ് അവിൽ കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സതീർത്ഥൻ അത് കൊണ്ടുവരുമ്പോൾ വാങ്ങാതിരിക്കാൻ കഴിയത്തില്ല. അതിൽ പിന്നെ വേർപ്പുണ്ടോ ഉപ്പുണ്ടോ പഞ്ചസാരയുണ്ടോ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ആത്മസമർപ്പണത്തോടു കൂടി എന്ത് സാധനം തന്നാലും അതെടുക്കാം. ഭഗവത് ഉപാസന 2 വിധത്തിലുണ്ടെന്നുള്ളതാണ് പറയേണ്ടത്. സഗുണോപാസനയും നിർഗുണോപാസനയും എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അതിൽ വിഗ്രഹാരാധന, ക്ഷേത്ര ദർശനം, പൂജാതി കർമ്മങ്ങൾ, അതുപോലെ തീർത്ഥയാത്രയെല്ലാം സഗുണോപാസനയിലാണ് വരുന്നത്. നല്ല ഗുണം കിട്ടുന്നതിനോ നല്ല ഗുണത്തോടുള്ള ഉപാസനയിലാണ് ഈ ക്ഷേത്രാരാധന, വിഗ്രഹത്തിൻ്റെ ആരാധന, പ്രതിഷ്ഠ, അതുപോലെ നല്ല തീർത്ഥയാത്രകൾ, തീർത്ഥാടനങ്ങൾ, ഇതൊക്കെ വരുന്നത് സഗുണ ഉപാസനയിലാണ് വരുന്നത്. അതേസമയം ജ്ഞാനാർജനത്തിലൂടെ അന്ധകരണ ശുദ്ധിയും ഭുക്തിയും ശക്തിയും നേടി അന്തരാത്മാവിനെ ഉണർത്തുകയും അവനവനിൽ തന്നെയുള്ള ഈശ്വരീയ ശക്തിയെ വളർത്തുകയും ചെയ്യുന്നതിന് നിർഗുണ ഉപാസന എന്ന് പറയും. കാരണം അവിടെ മറ്റൊന്നും നമ്മൾ സമർപ്പിക്കുന്നില്ല. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ ഉണർത്തി ജ്ഞാനമാർഗത്തിലൂടെ ഈ പ്രപഞ്ചവുമായി അതിനെ ശുദ്ധി വരുത്തി ഈ പ്രപഞ്ചവുമായി പ്രപഞ്ച ശക്തികളുമായി എറ്റേണൽ സോളുമായി അല്ലെങ്കിൽ പരമാത്മാവുമായി എന്ന് പറയുന്ന സങ്കല്പവുമായി നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ശക്തികളുമായി നമ്മുടെ മനസ്സിനെ സമരസപ്പെടുത്തുന്ന ജ്ഞാനമാർഗത്തിലുള്ള ഒരു രീതിയാണ്. അത് ഭക്തിമാർഗമല്ല. ഭക്തിമാർഗമാണ് ആദ്യം പറഞ്ഞ സഗുണോപാസന എന്ന് പറയുന്നത്. ഇത് നിർഗുണോപാസന എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അറിയപ്പെടുന്നതാണ് ഈ ജ്ഞാനമാർഗത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏത് മാർഗത്തിലും ഭഗവാനെ കാണാൻ പോകാൻ പറ്റും. എന്താണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ പൂ കൊണ്ടുപോകുന്നു, ഒരു താമരപ്പൂ കൊണ്ടുപോകുന്നു, ഒരു മുല്ലമൊട്ട് കൊണ്ടുപോകുന്നു എന്നതിൽ വിഷയമല്ല. സമർപ്പിക്കുന്നതിൻ്റെ സമർപ്പണമാണ് പ്രധാനം. ബാഹ്യമായ ഉപാധികൾ പറഞ്ഞു സാധകൻ്റെ ഭക്തിപ്രവാഹത്തെ പ്രതീകങ്ങൾ മാത്രമാണ് നമ്മളീ കൊണ്ടുപോകുന്നത്. അതേസമയം ഭഗവത്സിൻ്റെ ഏതെല്ലാം സമർപ്പിക്കും എന്നതിനല്ല, എന്താണ് സമർപ്പിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്താണ് സമർപ്പിക്കുന്നത് എന്നുള്ളതല്ല, അത് ഏത് ഭാവത്തോടു കൂടി സമർപ്പിക്കുന്നു, തൻ്റെ ആത്മാർപ്പണത്തോടു കൂടി കൊടുക്കുന്ന സമർപ്പണമാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. അതുകൊണ്ട് തന്നെ കാപട്യവും വഞ്ചനവും കൃത്യഭാവങ്ങളുമൊക്കെ കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ കുറച്ച് പങ്ക് ഭഗവാൻ ഇരിക്കട്ടെ എന്ന് പറയുന്നത് ഒരു തരം കാപട്യമാണ്. അത് പറ്റത്തില്ല. കൃത്രിമഭാവങ്ങളൊന്നുമില്ലാതെ സത്യസന്ധതയോടെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആരെന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിച്ചു കൊള്ളും എന്നാണ്
കൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. ഹൃദയശുദ്ധിയാണ് ഭഗവാന്റെ ഭക്തരിൽ നിന്ന് ആവശ്യപ്പെടുക. ഒരു ഇലയോ പൂവോ ജലമോ, കാരണം നമ്മൾ പല സാധനങ്ങൾ കൊടുക്കും ഭഗവാന്, അല്ലെങ്കിൽ സങ്കല്പമാണല്ലോ, പ്രകൃതിയുടെ ശക്തി ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന വിഗ്രഹത്തിലേക്കൊക്കെയല്ലേ നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഏത് തരത്തിൽ കൊടുക്കുന്നു എന്നതാണ് പ്രധാനം. എന്ത് കൊടുക്കുന്നു എന്നതല്ല. ഒരാൾ ചിലപ്പോൾ ഒരു പൂവായിരിക്കും കൊടുക്കുന്നത്, ഒരാൾ ചിലപ്പോൾ ഒരു ലോഡ് പൂ കൊണ്ട് കൊടുക്കും. പക്ഷേ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, എത്ര ക്വാണ്ടിറ്റി കൊടുക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നതാണ്. ഭക്തനും ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഭക്തി. മാനസികമായ ഒരു ചേർന്ന് നിൽക്കലാണ് ഇവിടെ വരുന്നത്. അത് എത്രയോ ഇരട്ടി പല രൂപത്തിലും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത്. കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടുന്നതാണ് ഭക്തി. കൂടാതെയുള്ള ഏത് പ്രാർത്ഥനയും നിവേദ്യ സമർപ്പണവും ഭഗവാൻ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഒരു ഭക്തൻ്റെ മനസ്സിൻ്റെ ഭക്തിയാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ സമർപ്പണമാണ്, ആത്മസമർപ്പണമാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് തലതിരുന്ന് 4 ചുറ്റും ചുറ്റി ഒരു പൈസ 10 പൈസ ഇട്ടിട്ടോ, അല്ലെങ്കിൽ 50 പൈസ, 1 രൂപ 5 രൂപ 10 രൂപ ഇട്ടിട്ട് പോകുന്നതല്ല. അത് 1 രൂപയായാലും 1 പൈസ ആയാലും എങ്ങനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. തീർച്ചയായിട്ടും ഉത്തമ ഭക്തി ആർജിക്കാനും ഹൃദയശുദ്ധി പുലർത്താനും എല്ലാവർക്കും ഒരേ സമയം കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അങ്ങനെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർജുന, നീ എന്തോന്ന് ചെയ്താലും അനുഭവിച്ചാലും ഹോമിച്ചാലും ദാനം ചെയ്താലും എനിക്ക് പ്രീതിയോ വിരോധമോ ഉണ്ടാകുന്നില്ല. നീ എനിക്ക് എന്ത് തന്നാലും, നീ ഹോമം ചെയ്താലും, നീ യാഗം ചെയ്താലും, യജ്ഞം ചെയ്താലും എനിക്ക് നിന്നോട് പ്രീതിയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ ഉത്തമ ഭക്തിയോടും ഈശ്വര സമർപ്പണത്തോടു കൂടി നീ എന്ത് ചെയ്താലും എനിക്കത് സ്വീകാര്യമാണ്. അവിടെയാണ് പ്രധാനം. അല്ലാതെ നീ എന്താണ് ചെയ്യുന്നത്, യാഗം നടത്തുന്നു, യജ്ഞം നടത്തുന്നു, ഹോമം നടത്തുന്നു, ഇതൊന്നും വിഷയമല്ല. പക്ഷേ ഏത് മാനസിക ഭാവത്തിലാണ് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. എത്ര മനോഹരമാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ തിരിച്ചെടുക്കാൻ, നമുക്ക് ഭൗതിക ജീവിതത്തിലേക്ക് വരാം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കേണ്ടുന്ന ഒരു സത്യസന്ധതയും ഒരു ആത്മാർത്ഥതയും ഒരു നിസ്വാർത്ഥതയും ഒരു സുതാര്യതയും ഒക്കെ വളരെ മനോഹരമായി ഉണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ കോറിലേറ്റ് ചെയ്തുകൂടെ? എത്ര മനോഹരമായിട്ട് നമുക്കിതിനെ സിങ്കർണൈസ് ചെയ്ത് വേറെ രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ യോഗികൾ കണ്ണടച്ച് ധ്യാനമഗ്നരായിരുന്നിട്ട് അന്ധകരണത്തിൽ ആത്മപ്രകാശം അനുഭവിക്കുന്നത്, ഭക്തൻ്റെ അന്ധകരണങ്ങളും ബാക്കി കരണങ്ങൾ ഈശ്വര പ്രകൽപ്പിക്കാൻ കണ്ണാടി പോലെ പരിശുദ്ധവുമായിരിക്കണം. നമ്മളെ പ്രതിരൂപം കണ്ണാടിയിൽ കാണുന്ന പോലെ പരിശുദ്ധമായിട്ടുള്ള ഒരു രീതിയിലെ സൂര്യപ്രകാശം കണ്ണാടിയിലൂടെ ഏറ്റവും നന്നായി പ്രതിഫലിക്കും. എന്നാൽ കല്ലിലോ മരത്തിലോ അതുപോലെ ശരിയായി പ്രതിഫലിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണാടിയിൽ പ്രതിഫലിക്കും പോലെ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി സകല ജീവജാലങ്ങളിലും പരമചൈതന്യം ഒളിഞ്ഞിരിക്കുന്നുവെങ്കിലും അത് ഒരു ഉത്തമ ഭക്തൻ്റെ എല്ലാ കർമ്മങ്ങളും സാധനാമുറകളും ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് സാധന ചെയ്തെടുക്കുവാൻ വേണ്ടിയായിരിക്കണം കർമ്മനിഷ്ഠയും. അതുപോലെ തന്നെ അന്ധകരണ ശുദ്ധിയും കൈവരുമ്പോൾ ഹൃദയം കണ്ണാടി പോലെ പരിശുദ്ധമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്യൂരിറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. സ്വർണം പ്യൂരിഫൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ രത്നത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പ്യൂരിഫിക്കേഷൻ കൂടുന്നതനുസരിച്ച് അതിൻ്റെ മികവ് കൂടും, അല്ലെങ്കിൽ പ്രകാശം കൂടുമെന്ന് പറയുന്ന സങ്കല്പമാണ്. 3 കാര്യങ്ങളാണ് പ്രത്യേകം പറയുന്നത്. ഒന്ന് ഭക്തൻ, അതായത് പ്രയതാത്മാവ് അല്ലെങ്കിൽ ശുദ്ധ ഹൃദയത്തോടു കൂടിയുള്ള ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് പറയുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ സർവീസ് സമർപ്പിക്കുന്ന പരമഭക്തിയോടെയായിരിക്കണം. ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നതെല്ലാം, അതായത് സ്നേഹപൂർവ്വം, ആനന്ദപൂർവ്വം, സന്തോഷപൂർവ്വം, ആത്മസമർപ്പണത്തോട് സമർപ്പിക്കുന്നതെല്ലാം വളരെ കൃത്യമായി എടുക്കുന്ന രീതിയുണ്ട്. ബാക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തെറ്റുപറ്റാം, അതെല്ലാം ഞാൻ പുറത്തുകൊള്ളും എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് പറയുക എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ചില ചിട്ടകളും ശീലങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നു. നശ്വരമായ പദാർത്ഥങ്ങൾ കൊണ്ട്, അതായത് നശിച്ചു പോകുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് അനശ്വരമായ ആത്മാവിനെ പ്രീതിപ്പെടുത്തുക സാധ്യമല്ലെന്ന് നാം അറിഞ്ഞിരിക്കണം. നശിച്ചു പോകുന്ന, മരിച്ചു പോകുന്ന, ഈ നശ്വരമായി കൊണ്ടിരിക്കുന്ന, അടുത്ത നിമിഷം കേടുപറ്റുന്ന വസ്തുക്കൾ എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ഭക്തി നേടിയെടുക്കാമെന്ന് കരുതരുത്. അനശ്വരമായിട്ടുള്ള ആ ഒരു ആത്മചൈതന്യമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക. അതാണ് നാം ഏറ്റവും ഭഗവാന് വേണ്ടി സമർപ്പിക്കേണ്ടത്. ഉത്തമ ഭക്തിയോടുകൂടി അന്തരാമിയായി ഭഗവാൻ അവനവനിൽ തന്നെ ദർശിക്കുവാനാണ് പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു പരസ്പര ബന്ധത്തിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, സഹകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ആർജിക്കുന്നതാണ് വളരെ പ്രധാനം. ആനന്ദപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ചെയ്യണം. തന്നെ ശരണം പ്രാപിക്കുന്ന ഒരാൾ ധനികനെന്നോ ദരിദ്രനെന്നോ ഭഗവാൻ നോക്കി, മുമ്പ് നിൽക്കുന്ന ആളിൻ്റെ ആടയാഭരണങ്ങളൊന്നും നോക്കിയിട്ടല്ല ഭഗവാൻ പ്രസാദിക്കുന്നതും കാര്യങ്ങൾ കൊടുക്കുന്നതും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അത് ഏത് ജാതിയിൽ ജനിച്ചെന്നോ
ഹീനജാതിയാണെന്നോ ഉന്നത ജാതിയാണെന്നോ ഉന്നത കുലമാണെന്നോ, അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ആരും ഹീനമാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഞാനീ പറഞ്ഞത്. നമ്മൾ സോക്കാൾഡ് സമൂഹം വിളിക്കുന്ന മോശപ്പെട്ട ജാതിയിൽപ്പെട്ടവരെന്നൊക്കെ പറയുന്നവർ, അങ്ങനെയൊന്നുമില്ല. ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും എന്നുള്ള സങ്കല്പത്തിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മനുഷ്യജീവനാണ്, എല്ലാം ആത്മാവാണ്. അപ്പോൾ അവിടെ സമർപ്പണ ബുദ്ധിയോടുകൂടി സർവേശ്വരനെ പ്രാപിക്കുമ്പോൾ മാത്രമേ ഭഗവത് ഭീതി നമുക്ക് ഒഴിഞ്ഞ് പ്രീതി കൈവരികയുള്ളൂ. ഭീതി ഒഴിഞ്ഞ് പ്രീതി കൈവരികയുള്ളൂ. അപ്പോൾ അതിനുള്ള ഈശ്വരാരാധനയുടെ മൗലികമായ ഒരു പാഠമാണ് ഈ ശ്ലോകം നമ്മളോട് പറയുന്നത്. ബാഹ്യപ്രപഞ്ചം എന്നതുപോലെ തന്നെ ആന്തരികമായ പ്രപഞ്ചത്തെക്കുറിച്ചും ദേഹവും പ്രാണനും ബുദ്ധി സൗന്ദര്യമെല്ലാം മനുഷ്യൻ്റെ ഈ ദൈവത്തിൻ്റെ ഭഗവാന്റെ വിഭൂതികളാണെന്നും അറിയുമ്പോൾ യഥാർത്ഥ ഭക്തിയും വിനയവുമൊക്കെ നമുക്ക് വരും. ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നതോ ഞാൻ ഉണ്ടാക്കിയതോ അല്ല, എനിക്ക് കിട്ടിയതാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതങ്ങളുടെ വെള്ളത്തിൻ്റെയും വായുവിൻ്റെയും മണ്ണിൻ്റെയും അഗ്നിയുടെയും ആകാശത്തിൻ്റെയും സകലത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഉണ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് എൻ്റെ വളർച്ചയെന്ന് പറയുന്നതും ഈ പറയുന്ന വസ്തുക്കളിൽ നിന്നാണ് സസ്യങ്ങളും ജന്തുക്കളും ഇവിടുത്തെ വെള്ളവും വായുവും ഈ സകലതും എനിക്ക് അവകാശപ്പെട്ടതല്ല. മറ്റൊരാളിന് അവകാശപ്പെട്ടതും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുമായിട്ടുള്ള എല്ലാം ഉള്ള ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, ഞാൻ കൊണ്ടുവന്നതല്ല എന്നുള്ള ഒരു സങ്കല്പത്തിൽ കൃത്യമായി നമ്മൾ നിന്നാൽ വളരെ രസകരമായവരായിരിക്കും. ഇതൊന്നും നമ്മുടേതല്ലെങ്കിൽ അവയെ ചൊല്ലി അഹങ്കരിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുതെന്നാണ് ഭഗവാൻ പറയുന്നത്. ഏത് പദാർത്ഥവും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുന്നത് ഒരു സാമാന്യനിധി മാത്രമാണ്. ആ ബോധത്തോടു കൂടി സമർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ നിൽക്കണം. കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ പ്രപഞ്ചത്തിന് ഈ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ശരീരവും നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം മറ്റെവിടെയെങ്കിലും പോയി മറ്റൊരാളിൽ ജനിക്കുമെന്നൊക്കെ ഉള്ളതാണല്ലോ സങ്കല്പം. ഇത് ഭാരതത്തിൻ്റെ സങ്കല്പമാണ്. അത് ശരിയാണോ തെറ്റാണോ, ആത്മാവിൻ്റെ പുറകെ പോയി ഇത് ആത്മാവ് എങ്ങോട്ട് പോകുന്നു, ആരും ശരീരത്തിൽ കയറി എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായി നമുക്ക് ചിന്തിക്കാം എന്നുള്ളതല്ലാതെ ശരീരം ഇവിടെ കൊടുത്തിട്ട് തന്നെ പോകണം, അതേത് രൂപത്തിലായാലും ഭൂമിക്ക് കൊടുത്തിട്ട് തന്നെ പോകേണ്ടി വരും. ഓരോ ശരീരവും അതൊരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ ഡീക്കേ ആവും, നശിക്കും. നശിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി വരുന്ന വൈറസുകൾക്കും സൂക്ഷ്മജീവികൾക്കും സ്ഥൂലജീവികൾക്കും എല്ലാം ആഹാരമായി മാറും. മണ്ണിനും വെള്ളത്തിനുമൊക്കെ അതിൻ്റെ ഊർജ്ജമായി മാറും. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് വീണ്ടും വരുമായിരിക്കും പുനർജന്മത്തിലൂടെ. പക്ഷേ പോയേ കഴിയൂ, ഓരോ ജന്മത്തിലും ഇത് പോയേ കഴിയൂ, അല്ലാതെ കൽപ്പാന്തകാലം ഇരുന്ന് കളയാം എന്ന് കഴിയുന്നില്ല. അപ്പോൾ നശ്വരമാണ് ഇതെല്ലാം. ആ നശ്വരമായ വസ്തുക്കളെ എങ്ങനെ അനശ്വരമായ ആത്മചൈതന്യം കൊണ്ട് അല്ലെങ്കിൽ അനശ്വരമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നു, എന്താണ് സമർപ്പിക്കുന്നത് എന്നുള്ള വിഷയമല്ല, എങ്ങനെ എപ്പോൾ ഏത് അർത്ഥത്തിൽ എത്ര ആത്മസമർപ്പണത്തോടുകൂടി കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം.